പാകിസ്ഥാനെ നേരിടാൻ കഴിയുകയില്ല. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് കാശ്മീരിൽ അശാന്തിയും സംഘർഷവും ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാൽ കാശ്മീരിലെ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ ഭീകരതയെ പാകിസ്ഥാനെ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ. അവിടെ അക്കാര്യത്തിൽ പാളിച്ച സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ 78ാമത് ദിവസവും കർഫ്യൂ കാശ്മീരിൽ തുടരുകയാണ് എന്ന് ഓർമ്മിക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി ലോകരാജ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കുക. നമ്മൾ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു വന്ന വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിയാനം, ആ വ്യതിയാനം പാകിസ്ഥാനെതിരായിട്ട് അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായത്തെ നമുക്കൊപ്പം നിർത്തുന്നതിൽ തടസ്സമായി തീർന്നിരിക്കുന്നു എന്ന് വേണം കാണാൻ. അമേരിക്കയോട് പുലർത്തുന്ന വിധേയത്വത്തിൻ്റെ ഫലമായി റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ നെയ്ബർഹുഡ് പോളിസി തന്നെ എടുത്തു നോക്കുക. എന്താണ് സ്ഥിതി? ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയിട്ടുള്ള നേപ്പാളായിട്ട് പോലും ബന്ധത്തിൽ ഉലച്ചിലുണ്ടായിട്ടുള്ള അനുഭവമാണുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ പോലെ ഭീകരതയെ കയറ്റി അയക്കുന്ന, ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭീകരതയെ കയറ്റി അയക്കുന്ന ഒരു രാജ്യത്തെ നേരിടാൻ ഒപ്പമുള്ള അയൽരാജ്യങ്ങളെയെല്ലാം, തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളെയെല്ലാം ഒപ്പം നിർത്തുകയും അവരുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യാൻ കഴിയേണ്ടതാണ് നമുക്ക്. പക്ഷേ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിന്റെ സ്ഥിതി എന്താണ്? നേപ്പാൾ പരസ്യമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. ഇന്ത്യ നേപ്പാളിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ റഷ്യ ഈ സമയത്ത് റഷ്യ പാക് അധിനിവേശ കാശ്മീരിൽ സൈനികാഭ്യാസത്തിലാണ് പാകിസ്ഥാനുമായി എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. റഷ്യ എല്ലാ കാലവും ഇന്ത്യയുടെ ഒരു സഖ്യ പരമ്പരാഗത സഖ്യകക്ഷികളാണ്. ഹർഷൻ, ഇന്ത്യയുടെ പരമ്പരാഗത സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളോട് പോലും ഇപ്പോൾ അകൽച്ചയുണ്ടാവുന്നു അമേരിക്കൻ വിധേയത്വത്തിന്റെ ഫലമായി. എന്നാൽ അമേരിക്കയുടെ സമീപനം, ആ സമീപനത്തിലും ഇപ്പോൾ അവ്യക്തത നിൽക്കുകയാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിലും അല്ല, ഇവിടെ ബഹുമാനായ ശ്രീ കുമാർ പറഞ്ഞല്ലോ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിമർശിച്ച് ശരിയായില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പോൾ വിമർശിക്കാനാണെങ്കിൽ നരേന്ദ്രമോദി എങ്ങനെയാണ് വിമർശിക്കേണ്ടത്? ആലോചിക്കുക. അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. രാജേഷ് ചൂണ്ടിക്കാണിച്ച നിരവധി കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അത് വളരെ പ്രസക്തമായ ഇത്രയേറെ സൈനികർക്ക് എതിരെയുള്ളതും നുഴഞ്ഞുകയറ്റവും അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചാലും 10 മാസത്തിനിടയ്ക്ക് 2 വട്ടം ഇന്ത്യൻ സൈനിക താവളം ആക്രമിക്കപ്പെട്ടു. കോൺഗ്രസ് ഒരു നിലവാരമില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചോ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇതുപോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബ്ലഡ് വീണിരുന്നതെങ്കിൽ BJPയുടെ പ്രതികരണം എന്താകുമായിരുന്നു? ഞങ്ങൾ പ്രധാനമന്ത്രി വിമർശിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, ഈ പ്രസംഗത്തെ വിമർശിച്ചു എന്ന് പറയാം. പക്ഷെ ഒരിക്കലും കോൺഗ്രസ് രാജ്യ താല്പര്യത്തെ മുൻനിർത്തിയല്ലാതെ ഈ വിഷയത്തെ സമീപിച്ചിട്ടില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നരേന്ദ്രമോദി തുടങ്ങിയത് എവിടെയാണ്? ആരും പറയാതെ അങ്ങോട്ട് കടന്നു എന്ന് ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ച് പാക് പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ആശ്ലേഷിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഇതൊക്കെ ഈ രാജ്യത്തിന് വലിയ ഇടിവുണ്ടാക്കി. ഇതൊന്നും ആരും ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി രാഷ്ട്രീയ രീതിയിൽ മോഡിയെ കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കണ്ടോ? അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്, BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സൈനികർ മരിച്ചു വീഴുമ്പോൾ ബിരിയാണി ഡിപ്ലോമസി അല്ല ഈ രാജ്യത്ത് നടക്കേണ്ടതെന്ന്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞതാണ്, പാകിസ്ഥാൻ ഇങ്ങോട്ട് നിറയൊഴിക്കുമ്പോൾ അങ്ങോട്ട് പ്രേമലേഖനം എഴുതിയിട്ട് കാര്യമില്ലാന്ന്. ഈ നിലയിലാണ് BJPയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഈ വിദേശകാര്യ നയത്തെ പാകിസ്ഥാനുമായി ബന്ധത്തെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് വളരെ പക്വതയോടെ രാജ്യസ്നേഹത്തെ മുൻനിർത്തിയുമാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്.